എനിക്ക് സന്തോഷം തരുന്നത് കലയാണ്. പണിഗണമണിയുന്ന പരമേശൻ തനയന ഗണപതി തുണ ചെയ്യാൻ പ്രണമിക്കുന്നേത് സ്തുതിയ തിരുവാതിരയുടെ ഇത് വെച്ച് പെട്ടെന്ന് എടുക്കുന്ന വരത്തൻ്റെ പം കൊടുത്ത് ചാടിയ തങ്കമ്മേ ഈ പാട്ട് കൊടുത്ത് തുള്ളുന്നു. അപ്പം ഞാൻ വിചാരിച്ചേ ഇതാണോ കൈകുട്ടിക്കളി? തിരുവാതിര കൊടുക്കുന്ന പോലെ സാരി കൊടുത്ത് നല്ല എന്താ പഫ് കൈ ബ്ലൗസ് കൊടുത്ത് മുടി മടഞ്ഞിട്ട് മുല്ലപ്പൂവും വെച്ച് ശരിയായ തിരുവാതിര എന്ന് തന്നെ പറയാം. പക്ഷെ കൈകൊട്ടിക്കളി ഒരിക്കലും തിരുവാതിര അല്ല. പല സ്ഥലത്തും പല കമ്മിറ്റിക്കാരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡാൻസ് ടീച്ചർ. ഞാൻ ഡാൻസ് ടീച്ചർ അല്ല. ചിലവർ പറയും ഓവർ ആക്ടിങ് ആണ് ടീച്ചർ എന്ന്. പക്ഷെ എനിക്ക് ഓവർ ആക്ടിങ് അല്ല. എനിക്ക് സംസാരിക്കുമ്പോഴും എൻ്റെ കണ്ണി ജയഭാരതീൻ്റെ കണ്ണാവുന്ന പോലെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. ടീച്ചറെ ആ തെറ്റ് തിരുത്തി ഞങ്ങൾക്ക് ഫസ്റ്റ് അടിച്ചു. അത് കേൾക്കുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾ കളിക്കുന്ന ഇടയിൽ എൻ്റെ മകനാണ് അമ്മ പോയിട്ട് കളിക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചു വലിച്ചത്. ഞാൻ പോയി നോർമലി കളിച്ചു. പലർക്കും ഈഗോ ഉണ്ട്. ജഡ്ജ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ചിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കൊന്നുമില്ല. നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നത്. ഞാൻ ഒരു ജഡ്ജിനെ താത്തി കെട്ടുന്നല്ല, ഒരു ജഡ്ജസിൻ്റെ അത്രയും ഞാൻ ആയിട്ടില്ല. മോള് തന്ന ആ ഒറ്റ ഒരു വർക്കിലാണ് രേണുക ടീച്ചർ ഇന്ന് എല്ലാവരും ജനമണി ആ പാട്ട് ആ കുട്ടികളോട് നിന്ന് കളിക്കുമ്പോൾ ഞാൻ തലയാട്ടുന്ന സമയത്ത് എൻ്റെ അടുത്ത് 2 കുട്ടികൾ നിന്നിട്ടുണ്ടായിരുന്നു. ഒരു മല്ലു റാപ്പേഴ്സ് അല്ലേ, പാവം കുട്ടികളാണ്. അവരെന്നോട് അവർ ജഡ്ജസ് അല്ലായിരുന്നു. ഇന്നും എല്ലാവരുടെയും തെറ്റിദ്ധാരണ അവർ ജഡ്ജസ് ആണ്. അവർ ജഡ്ജസ് അല്ല. എനിക്ക് കിട്ടുന്ന തുകയിൽ നിന്ന് ഇപ്പോൾ ഒരു 500 രൂപയാണ് കിട്ടുന്നുണ്ടെങ്കിൽ 100 രൂപ ഞാൻ ആ കുട്ടിക്ക് കൊടുക്കും. അതെനിക്ക് ശീലമുള്ള കാര്യമാണ്. പക്ഷെ അത് എല്ലാവരെയും മുന്നിൽ നിന്ന് രേണുക ടീച്ചർ കൊടുക്കുന്നു എന്നുള്ള രീതിയിലല്ല. വിളിച്ചിട്ട് നെഗറ്റീവ് കമൻ്റ് അടിച്ച ഒരു 8 ആൾ, പേര് ഞാൻ പറയില്ല, 8 പേര് എന്നെ നേരിട്ട് കണ്ടിട്ട് എന്നെ അവർ പറഞ്ഞു, ടീച്ചറെ നമ്മൾ ടീച്ചറെ ആക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷേ ഇതുവരെ അയച്ച മെസ്സേജിന് പോലും ടീച്ചറെ സോറി. പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ ഒരിക്കലും ആ എന്താ പറയുക ഒരു ടീമിനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി ഇരിക്കാൻ വേണ്ടി പാടില്ല. ഞാൻ 2 പരിപാടി ഒഴികെ ബാക്കി ഒരു പരിപാടികളിലും അവിടെ വന്ന ഒരു കുട്ടികൾക്കും ഒരു പ്രയാസവും അനുഭവപ്പെടാത്ത രീതിയിൽ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ സാരി എടുത്ത് പോകുന്ന കൂടാതെ എനിക്ക് റൈഡിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ബുള്ളറ്റൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ രാത്രി സമയത്ത്